ശ്രീ വിജി തമ്പി, ഇത് ഒരു വിഭാഗത്തെ മാത്രമാണ് ബാധിച്ചത്. സ്വാമി ആനന്ദവനം ഭാരതിയെ അപമാനിച്ചിട്ടില്ല. അദ്ദേഹത്തിന് ഇതിൽ പരിഭവമോ പരാതിയോ ഒന്നുമില്ല. പകരം ഇത് ചില ഹൈന്ദവ സംഘടനകൾ, പ്രത്യേകിച്ച് RSS പോലെയുള്ള ഹൈന്ദവ സംഘടനകളെ മാത്രം ബാധിച്ച ഒരു കാര്യമാണ്. അവർ ഇത് രാഷ്ട്രീയമായി മുതലാക്കുന്നു എന്നാണ് ഇടതുപക്ഷ പ്രതിനിധിയുടെ വാദം. സത്യം പറഞ്ഞാൽ ശ്രീ ഹസ്കർ പറഞ്ഞ ഒരു കാര്യത്തിൽ ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു. കാര്യം അദ്ദേഹം പറഞ്ഞു, ഇതുപോലൊരു വ്യക്തി, അത് ഇത്രയും പ്രഗത്ഭനായ അല്ലെങ്കിൽ ഇത്രയും ഔന്നത്യത്തിൽ നിൽക്കുന്നൊരു വ്യക്തി വരുമ്പോൾ സർക്കാർ അവരുടെ ഗസ്റ്റായി വെച്ച് അവരെ സ്വീകരിക്കണം. അതായത് മുഖ്യമന്ത്രി അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് പറ്റിയില്ലെങ്കിൽ ദേവസ്വം മന്ത്രിയെങ്കിലും വന്ന് സ്വീകരിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞു. സത്യമാണ്. കാരണം ആലോചിച്ച് നോക്കൂ, സന്യാസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് നമ്മുടെ രാജഭരണകാലം എടുത്ത് നോക്കൂ. ഒരു സന്യാസിക്ക് രാജസദസ്സിലേക്ക് അനുവാദമില്ലാതെ കടന്നു ചെല്ലാമായിരുന്നു. സന്യാസിക്ക് മാത്രമേ കഴിയൂ. ഒരു അനുവാദവും വേണ്ട, ആരുടെ അനുവാദവും വേണ്ട. ഏത് സദസ്സിലേക്കും എപ്പോഴും കടന്നു ചെല്ലാൻ കഴിയുന്നൊരു വ്യക്തിയാണ് സന്യാസി. അപ്പം മാത്രമല്ല, ഇത് വെറുമൊരു സന്യാസി മാത്രമല്ല, ഈ ഭാരതത്തിലെ ഏറ്റവും വലിയ അഖാഡ എന്ന് പറയുമ്പോൾ ശങ്കരാചാര്യർ സ്ഥാപിച്ച അഖാഡയിൽ ഒന്നാണ് ജൂന അഖാഡ. ആ ജൂന അഖാഡയുടെ മഹാമണ്ഡലേശ്വരായി സ്ഥാനമേറ്റ ആദ്യത്തെ മലയാളി, അതായത് ജൂന അഖാഡയുടെ മഹാമണ്ഡലേശ്വരായിട്ട് ആദ്യമായ ഒരു മലയാളി അവരോധിക്കപ്പെട്ടിരിക്കുകയാണ്. അതും നമ്മുടെ ശങ്കരാചാര്യരുടെ നാട്ടിൽ നിന്ന്. ശങ്കരാചാര്യ സ്ഥാപിച്ചതാണ് ജൂന അഖാഡ. ആ ശങ്കരാചാര്യരുടെ നാട്ടിൽ നിന്നും അതേ സ്ഥലത്ത് ജനിച്ച ഒരു വ്യക്തി, പൂർവാശ്രമത്തിൽ അതേ സ്ഥലത്ത്, അതേ നാട്ടിൽ, അതേ ജില്ലയിൽ ജനിച്ച ഒരു വ്യക്തി അവിടെ ഈ ഒരു സ്ഥാനത്തേക്ക് എത്തുമ്പോൾ, അദ്ദേഹം കേരളത്തിലോട്ട് വരുമ്പോൾ എന്തുമാത്രം സ്വീകരണമാണ് അദ്ദേഹത്തിന് കൊടുക്കേണ്ടത്? ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ശ്രീ ഹസ്കർ പറഞ്ഞു ഇത് സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ അവർക്ക് മാത്രമാണ് ഇതിന് വിഷമം തോന്നിയെന്ന്. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് അദ്ദേഹത്തിന് സ്വീകരണം കൊടുത്തത് സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ മാത്രമാണോ? തൃശ്ശൂരിലെ ഹൈന്ദവ വിശ്വാസികളായ എല്ലാവരും പങ്കെടുക്കുന്നൊരു ചടങ്ങാണ്. അതിന് നേതൃത്വം കൊടുക്കാൻ ആരെങ്കിലും വേണ്ടേ? ആ നേതൃത്വം കൊടുക്കാൻ ചിലപ്പോൾ സംഘപരിവാർ പ്രസ്ഥാനങ്ങളിൽപ്പെട്ട വിശ്വഹിന്ദു പരിഷത്തിനെ പോലെയുള്ള പ്രസ്ഥാനങ്ങൾക്ക് എന്താ പിന്നെ ഉത്തരവാദിത്വം? ഇവിടെ ഹിന്ദു ജനതയുടെയും ഹിന്ദു വർഗങ്ങളുടെയും അതുപോലെ ഹിന്ദു ആചാരങ്ങളെയും സംരക്ഷിക്കാനാണ് വിശ്വഹിന്ദു പരിഷത്ത് എന്നുള്ള മഹത്തായ പ്രസ്ഥാനം ഉടലെടുത്തിരിക്കുന്നത്. ഇതിൻ്റെ 60-ാം വർഷമാണിത്. ഇന്ന് സ്വാമി ചിന്മയാനന്ദൻ നമ്മുടെ കേരളത്തിൻ്റെ മറ്റൊരു അഭിമാനമാണ്. സ്വാമി ചിന്മയാനന്ദനാണ് വിശ്വഹിന്ദു പരിഷത്ത് എന്ന പ്രസ്ഥാനം ആരംഭിച്ചത്. അദ്ദേഹത്തിൻ്റെ ബോംബെയിലെ സന്ദീപനി ആശ്രമത്തിൽ ആരംഭിച്ച ഒരു പ്രസ്ഥാനമാണ് വിശ്വഹിന്ദു പരിഷത്ത്. വിശ്വഹിന്ദു പരിഷത്ത് എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളുടെ സംരക്ഷണത്തിനും ഹിന്ദുക്കളുടെ ഉന്നമനത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. അതുപോലെ വിശ്വഹിന്ദു പരിഷത്ത് പോലുള്ള സംഘടനകൾ ഇതിന് നേതൃത്വം കൊടുക്കും. പക്ഷേ വിശ്വഹിന്ദു പരിഷത്ത് മാത്രമല്ല നടത്തുന്നത്, ഹൈന്ദവ സമാജം ഒന്നിച്ചു ചേർന്നാണ് ഈ ആനന്ദവനം ഭാരതി മഹാരാജിനെ കേരളത്തിലേക്ക് സ്വീകരിക്കാൻ വേണ്ടി തൃശ്ശൂരിൽ ഒരുങ്ങി നിന്നത്. ഞാൻ ചോദിക്കട്ടെ, അവർക്ക് പറ്റില്ലായിരുന്നെങ്കിൽ എന്തിനാ ആദ്യം അനുവാദം കൊടുത്തത്? ആദ്യം അനുവാദം കൊടുക്കുകയും പിന്നെ അവസാന നിമിഷത്തിൽ അത് റദ്ദാക്കുകയും ചെയ്യുമ്പോൾ, ഇപ്പോൾ സന്യാസിയെ സംബന്ധിച്ചോളം സർവ്വസംഘ പരിത്യാഗിയാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചോളം അതിന് ഒരു കാര്യത്തിലും അദ്ദേഹത്തിന് ഒരു കാര്യം ഏശത്തില്ല. പക്ഷെ അതുപോലെയല്ല, അതിനകത്ത് പ്രവർത്തിച്ച മറ്റുള്ള ആൾക്കാർ, അല്ലെങ്കിൽ അദ്ദേഹത്തെ കാണാൻ വന്ന ആൾക്കാർ, അദ്ദേഹം വരുമ്പോൾ ഒരു നോക്ക് കാണാൻ വേണ്ടി കാത്തിരുന്ന ആൾക്കാർ, അവരുടെ മനസ്സിനെ എന്തുമാത്രം വേദനിപ്പിച്ചിട്ടുണ്ടാവും ദേവസ്വം ബോർഡിൻ്റെ പ്രവൃത്തി എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. പിന്നെ ശ്രീ ഹസ്കർ പറഞ്ഞൊരു കാര്യമുണ്ട്. പലപ്പോഴും ഞാൻ ഇതിന് മറുപടി പല സ്ഥലത്തും പറഞ്ഞിട്ടുള്ളതാണ്. എങ്കിലും അദ്ദേഹം പറഞ്ഞ സ്ഥിതിക്ക് അതിന് മറുപടി പറയാതിരുന്നാൽ അത് തെറ്റാണെന്ന് തോന്നുന്നു. അദ്ദേഹം പറഞ്ഞു, ഇവിടുത്തെ ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രങ്ങളിൽ വരുമാനമില്ലാത്ത ക്ഷേത്രങ്ങളെല്ലാം ഈ ദേവസ്വം ബോർഡ് വരുമാനമുള്ള ക്ഷേത്രങ്ങളിൽ നിന്നാണ് എടുത്ത് സംരക്ഷിക്കുന്നതെന്ന് പറഞ്ഞു. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാം, കേരളത്തിൽ ഏകദേശം 50,000-ഓളം ക്ഷേത്രങ്ങളുണ്ട്. അത് ശ്രീ ഹസ്കറിന് അറിയാമോ? അതിലൊരു 5000-ൽ താഴെ ക്ഷേത്രങ്ങൾ മാത്രമാണ് എല്ലാ ദേവസ്വം ബോർഡും കൂടെ ഭരിക്കുന്നത്. ഈ 45,000 ക്ഷേത്രങ്ങൾ എങ്ങനെയാണ് നടന്നു പോകുന്നത്? സർക്കാർ പൈസ കൊടുത്തിട്ടാണോ? ഈ ദേവസ്വം ബോർഡ് വരുമാനമുള്ള ക്ഷേത്രങ്ങളിൽ നിന്നെടുത്ത് ആ ക്ഷേത്രങ്ങൾ കൊടുക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ അത്തരം ക്ഷേത്രങ്ങൾ നടത്തുന്നത് ഒരു ക്ഷേത്രത്തിൽ ആ ക്ഷേത്രത്തിന് വരുന്ന വരുമാനം അനുസരിച്ച് വേണം അവിടെ ചെലവ് ക്രമീകരിക്കാൻ. ഇവിടെ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ പണം ഇല്ലാതാവുന്നത് എന്തുകൊണ്ടാണ്? ആ ക്ഷേത്രങ്ങൾക്ക് ആവശ്യമുള്ളതിൽ കൂടുതൽ ആൾക്കാരെ അവിടെ കുത്തിക്കയറ്റുക, പാർട്ടിയുടെ ആൾക്കാർ. ഇപ്പോൾ അതിനുവേണ്ടി പുതിയൊരു സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്, ഈ ദേവസ്വം ബോർഡ് റിക്രൂട്ട്മെൻറ്റ് ബോർഡ്. ഈ ഉള്ള CPM-കാരെയും മറ്റ് ഉള്ളവരെ എല്ലാം ഇതിനകത്ത് കുത്തിക്കയറ്റാൻ വേണ്ടി മാത്രം, അതിനുവേണ്ടി മാത്രമാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടാക്കിയിരിക്കുന്നത്. ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രങ്ങളിൽ ജോലി ചെയ്യുന്നവർ ഈശ്വരവിശ്വാസികളായിരിക്കണം. അവരാ ക്ഷേത്രത്തിനോടും ആ ദേവനോടും ആത്മാർത്ഥതയുള്ള ആളായിരിക്കണം. അങ്ങനെയുള്ളവർ വേണം ക്ഷേത്രത്തിൽ ജോലി ചെയ്യാൻ. അത് ഏത് ജോലിയായാലും, ഓഫീസ് ജോലിയായാലും അല്ലെങ്കിൽ കഴകത്തിൻ്റെ ജോലിയായാലും എന്ത് ജോലിയായാലും, ശാന്തിയായാലും എന്തായാലും, ആ വിശ്വാസമില്ലാത്ത ആൾക്കാരെ മനഃപൂർവ്വം ക്ഷേത്രങ്ങളിൽ കുത്തിക്കയറ്റി ക്ഷേത്രവിശ്വാസത്തെ തകർക്കാൻ, ആ ദേവൻ്റെ ആ ചൈതന്യത്തെ നശിപ്പിക്കാൻ, അവിടെ വരുന്ന ഭക്തർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ വേണ്ടി CPM നടത്തുന്ന ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ് ഈ പറഞ്ഞ റിക്രൂട്ട്മെൻറ്റ് ബോർഡ്. അതിലൂടെയാണ് പലരെയും ഇപ്പം ക്ഷേത്രങ്ങളിലേക്ക് പ്രതിഷ്ഠിക്കുന്നത്. അതുപോലെ തന്നെ ക്ഷേത്രങ്ങൾ വരുമാനമില്ലാത്ത ക്ഷേത്രങ്ങളാണെങ്കിൽ നിങ്ങൾ എന്തിനാ ക്ഷേത്രം വിട്ടുകൊടുക്കൂ?
ഞങ്ങൾക്ക് പറ്റില്ല, ക്ഷേത്രം ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ നിരീശ്വരവാദികളാണ്, ഞങ്ങൾ ഭൗതികവാദികളാണ്, ഞങ്ങൾ ഈശ്വര വിശ്വാസികളല്ല, ഞങ്ങൾ ക്ഷേത്രം ഭരിക്കാൻ പറ്റില്ല, നിങ്ങൾ വിട്ടിട്ട് പോകൂ, ഇവിടെ ക്ഷേത്രം ഭരിക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ട്, അവർ ഭരിച്ചോളും. അല്ലാതെ നിങ്ങൾ ഈ ക്ഷേത്രങ്ങളെ രക്ഷിക്കാൻ മറ്റു ക്ഷേത്രത്തിൽ നിന്ന് പൈസ എടുത്ത് മറ്റു ക്ഷേത്രത്തിൽ കൊടുക്കുക, എന്തിനാ അതിൻ്റെ ആവശ്യം? ഒരാവശ്യമില്ല. ഒരു ക്ഷേത്രത്തിൽ എത്ര വരുമാനം ഉണ്ടോ ആ രീതിയിൽ ആ ക്ഷേത്രം നടന്നാൽ മതി, അതാണ് ആവശ്യം. അല്ലെങ്കിൽ വരുമാനമില്ലാത്ത ക്ഷേത്രങ്ങൾ നിങ്ങൾ വിടൂ. ഇത് വരുമാനമില്ലാത്ത ക്ഷേത്രമാണ്, ദേവസ്വം ബോർഡിന് പറ്റില്ല എന്ന് എഴുതരൂ, ഞങ്ങൾ നടത്താം, ഞങ്ങൾ നടത്തി കാണിച്ചു തരാം ക്ഷേത്രം അങ്ങനെ നടത്തണമെന്ന്. അല്ലാതെ നിങ്ങൾ ഈ കുറെ കാലം കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ശബരിമലയിൽ കിട്ടുന്ന വരുമാനം എല്ലാം എടുത്താണ് ഇവിടുത്തെ മറ്റു ക്ഷേത്രങ്ങളെല്ലാം രക്ഷിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. ശുദ്ധമായ തെമ്മാടിത്തരവും കള്ളത്തരവുമാണ് ആ പറയുന്നത്. അതല്ല സത്യം. ഈ പറഞ്ഞ് ഞാൻ ഇപ്പോഴും പറയുന്നു, ഞാൻ എല്ലാ വേദിയിലും പറയുന്നു, നിങ്ങൾ ദയവ് ചെയ്ത് ഭക്തജനങ്ങളെ, നിങ്ങൾ ക്ഷേത്രത്തിൽ പോകുന്ന ഈശ്വരൻ്റെ അനുഗ്രഹത്തിനാണ്, അല്ലാതെ ദേവസ്വം ബോർഡിന് കുറേ പൈസ ഇട്ട് ഈശ്വര നിന്ദ കാണിക്കാനും ക്ഷേത്രത്തെ നശിപ്പിക്കാനും ദയവ് ചെയ്ത് നിങ്ങൾ കൂട്ടു നിൽക്കരുതേ എന്നൊരു അഭ്യർത്ഥനയാണ് എനിക്ക് വീണ്ടും മുന്നിൽ വയ്ക്കാനുള്ളത്. അതാണ് ആ പ്രത്യേകം പറയാനുള്ളത്. അത് ശ്രീ അസ്കറിനോട് പറഞ്ഞ മറുപടിയാണത്. ഞാൻ പറഞ്ഞത് ഇവിടെ ഇദ്ദേഹം ആ കൊച്ചിൻ ദേവസ്വം ബോർഡിനെ വെള്ളപൂശാൻ ശ്രമിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, അവർ കാണിച്ചത് തെറ്റ് തന്നെയല്ലേ? അല്ലെന്ന് ശ്രീ അസ്കറിന് പറയാൻ പറ്റുമോ? നെഞ്ചത്ത് കൈവച്ച് പറയാൻ പറ്റുമോ തെറ്റല്ല എന്ന്? കാര്യം ഇങ്ങനൊരു സംഭവത്തിന് വേണ്ടി ആദ്യം കൊടുക്കുക, അല്ലെ ആദ്യമേ പറയുന്നു ഞങ്ങൾക്ക് പറ്റില്ല, ശരി, അവരതിന് പകരം സംവിധാനം ഒരുക്കും. ഞാൻ ചോദിക്കട്ടെ, കൗസ്തുഭം പോലെ ഒരു ചെറിയ ഓഡിറ്റോറിയത്തിൽ നടക്കേണ്ട പരിപാടിയായിരുന്നു ഇത്? കൗസ്തുഭം എത്ര വലുതാണെന്ന് ശ്രീ അസ്കറിന് അറിയാമോ? വളരെ ചെറിയൊരു ഓഡിറ്റോറിയമാണ്. ഇത്രയും ആൾക്കാർ വന്ന് ഇതുപോലൊരു വ്യക്തി അവിടെ വരുമ്പോൾ അതിന് ആ സ്വീകരണം കൊടുക്കുമ്പോൾ അതൊരു പബ്ലിക് ഫംഗ്ഷൻ അല്ലേ? അല്ലെങ്കിൽ ഒരു പൊതു സ്ഥലത്തല്ലേ വേണ്ടത്? അല്ലാതെ ഒരു ഹാളിനകത്ത് വെച്ച് നടത്തേണ്ട പരിപാടിയാണോ ഇത്? അപ്പോൾ ആ രീതിയിൽ, അല്ലെങ്കിൽ അവർ പ്രത്യേകം മറ്റ് സംവിധാനം കണ്ടേ നേരത്തെ ആണെങ്കിൽ അവസാന നിമിഷത്തിൽ ഒരു നിവൃത്തിയുമില്ലാതെയാണ് കൗസ്തുഭം ഓഡിറ്റോറിയത്തിലേക്ക് സംഭവത്തെ കൊണ്ടുപോകേണ്ടി വന്നത്. അപ്പോൾ അത് മനഃപൂർവ്വം, അത് വേറൊന്നുമല്ല, ഇദ്ദേഹം പഴയ CPM കാരനായിരുന്നു എന്നുകൊണ്ട് മാത്രമാണ് ഈ അവസാന നിമിഷം വരെ ഇതൊരു കളിയാണ്. ഇത് ആദ്യമേ പറഞ്ഞിരുന്നെങ്കിൽ മറ്റ് വലിയൊരു സംവിധാനം ഒരുക്കിയനെ എന്ന് കരുതി ആദ്യം കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അവസാനം പറ്റിക്കുക, അവസാനം അവരെ ഇളിഭ്യരാക്കുക, അതിനുവേണ്ടി ചെയ്തൊരു കളിയാണ് ഇത്. ദേവസ്വം ബോർഡ് മാത്രമല്ല, ഇതിൻ്റെ പിന്നിൽ വളരെ വലിയ ശക്തികളുണ്ട്. അത് ഈ കാര്യത്തിൽ മാത്രമല്ല, ഓരോ വിഷയങ്ങളിലും ഇങ്ങനെയാണ്. ഈ പറഞ്ഞ തൃശ്ശൂർ പൂരത്തിൻ്റെ കാര്യത്തിലായാലും ശരി, അല്ലെങ്കിൽ ഇപ്പോൾ കൂടൽമാണിക്യ വിഷയത്തിലായാലും ശരി, ശബരിമല വിഷയത്തിലായാലും ശരി, ഇവിടെ ഈ കടക്കൽ ക്ഷേത്രത്തിലൊക്കെ നടന്ന എന്ത് വൃത്തികേടാണ്. അത് ഹൈക്കോടതി കൃത്യമായിട്ട് പറഞ്ഞില്ലേ, ഇങ്ങനൊരു പരിപാടി നടത്തുന്നതാണോ ക്ഷേത്രത്തിൽ ചെയ്യേണ്ടത്? അതുപോലെ തന്നെ ഇപ്പം പുതിയൊരു പരിപാടിയായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഗുരുവായൂരിൽ ശ്രീ യേശുദാസിനെ ഗുരുവായൂർ പ്രവേശിപ്പിക്കാൻ വേണ്ടി വലിയ ഒരു സംഭവം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ജാഥ നടത്തും, ഉപരോധിക്കും. ഞാൻ ചോദിക്കട്ടെ, ശ്രീ യേശുദാസ് പോലും പറഞ്ഞിട്ടില്ല എനിക്ക് ഗുരുവായൂർ കയറണമെന്ന്. പണ്ടം കണ്ടോ? 10-60 വർഷത്തിന് മുമ്പ്, 40-50 വർഷത്തിന് മുമ്പ് അദ്ദേഹം ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചു. അദ്ദേഹം ചെമ്പയുടെ ശിഷ്യനായിരിക്കുന്ന കാലത്ത്. അന്ന് അദ്ദേഹത്തിന് ഈ പറഞ്ഞ ഈ ഹിന്ദുമത വിശ്വാസിയാണെന്ന് എഴുതി കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് അദ്ദേഹം കയറിയില്ല. അന്ന് എനിക്ക് തോന്നുന്നു ആ സമയത്താണ് യശസ്വരീയനായ ശ്രീ വയലാർ രാമവർമ്മ യേശുദാസിന് വേണ്ടി ഒരു പാട്ട് എഴുതി. അന്ന് അദ്ദേഹത്തിന് ഗുരുവായൂർ കയറാൻ കഴിയാത്ത ഒരു വിഷയം വന്നപ്പം ആ സിനിമയിൽ ഒരു ബന്ധവുമില്ല, ഉദയനൻ്റെ മകൻ എന്നാണ് എൻ്റെ ഓർമ്മ, ആ സിനിമയുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ആ പാട്ടാണ് ഗുരുവായൂർ അമ്പലനടയിൽ ഒരു ദിവസം ഞാൻ പോകും എന്നുള്ള പാട്ട്. അത് യേശുദാസിന് വേണ്ടി മാത്രം ശ്രീ വയലാർ എഴുതി കൊടുത്തതാണ്. അപ്പോൾ അന്ന് ആ കാലത്ത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം അദ്ദേഹം ഒരിക്കലും പോലും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ അദ്ദേഹത്തിന് ഇത്രയും പ്രായമായി. അതുപോലെ എത്രയോ വർഷങ്ങളായിട്ട് അദ്ദേഹം അമേരിക്കയിലാണ് താമസിക്കുന്നത്. അദ്ദേഹം കേരളത്തിലോട്ട് വന്നിട്ടേ എത്ര വർഷങ്ങളായി. എനിക്ക് തോന്നുന്നു കോവിഡിന് മുമ്പ് അദ്ദേഹം അമേരിക്കയിൽ പോയി, കോവിഡിന് ശേഷം അദ്ദേഹം കേരളത്തിൽ വന്നിട്ടില്ല, ഭാരതത്തിലേക്ക് പോലും വന്നിട്ടില്ല. അങ്ങനെ ഒരു വ്യക്തി അദ്ദേഹം ഇവിടെ വന്ന് കേരളത്തിൽ വന്ന് പൊതുസമൂഹത്തിന് മുമ്പിൽ അല്ലെങ്കിൽ ഒരു പൊതുവേദിയിൽ അദ്ദേഹം പറയുകയാണ്, എൻ്റെ ജീവിതത്തിലെ വലിയൊരു ആഗ്രഹമായിരുന്നു ഗുരുവായൂർ ക്ഷേത്രത്തിൽ കയറി ഭഗവാനെ ഒന്ന് ദർശിക്കണമെന്നുള്ളത്. 10-50 വർഷം മുമ്പ് ഞാനത് ആഗ്രഹിച്ചതാണ്, ഇതുവരെ നടന്നിട്ടില്ല. എനിക്ക് ഇത്രയും പ്രായമായി, ഞാൻ വയോധികനാണ്, എനിക്കിപ്പോഴും ആ ആഗ്രഹം ബാക്കി നിൽക്കുകയാണ്, ആ ഭഗവാനെ ഒന്ന് ആ ശ്രീലകത്ത് കയറി തൊഴണമെന്നുള്ളത്. അങ്ങനെ അദ്ദേഹം പറഞ്ഞിരുന്നെങ്കിൽ ഈ പറഞ്ഞ ഇപ്പോഴും നടത്തുന്ന ഈ കാര്യങ്ങൾക്കെല്ലാം ഒരു ന്യായമുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഓരോ വിഷയങ്ങൾ പുതുതായിട്ട് ഉണ്ടാക്കിയിട്ട് ഇവിടെ നടക്കുന്ന മറ്റ് വിഷയങ്ങളിൽ നിന്നും ശ്രദ്ധ മാറ്റാൻ, അതായത് ഹൈന്ദവരുടെയിൽ എങ്ങനെയെങ്കിലും അനിശ്ചിതത്വം ഉണ്ടാക്കാനും അവരുടെയിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കാനും വേണ്ടിയുള്ള ബോധപൂർവമായ ഒരു CPM അജണ്ടയാണ് ഇതിൻ്റെ എല്ലാം പിന്നിൽ. അപ്പോൾ അത് കൃത്യമായിട്ട് ഈ വിഷയത്തിൽ അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. അല്ല, ഇപ്പം ശ്രീ ഹസ്കർ പറഞ്ഞില്ലേ സംഘപരിവാർ പ്രസ്ഥാനങ്ങളിലാണ് മുറിവേറ്റത് ഭക്തർക്കാണ്. തൃശ്ശൂരിൽ അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ വന്ന ഭക്തർക്കാണ് ആ മനസ്സിന് മുറിവേറ്റത്. ആ മുറിവേറ്റതിൻ്റെ പ്രശ്നം ഇനിയും നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നേ ഉള്ളൂ. ഈ പറഞ്ഞ ഈ തൃശ്ശൂരായാലും മറ്റു ഓരോ സ്ഥലങ്ങളിലും ഞാൻ പറഞ്ഞ ഈ ഹൈന്ദവരെ വെറുതെ അങ്ങ് നിന്ദിക്കാനും അവരെ എന്തും ചെയ്യാം, ഒന്നും ചെയ്യില്ല എന്ന് വിചാരിക്കുന്നത് തെറ്റായ ഒരു കാര്യമാണ്. ശബരിമല വിഷയത്തിലൊക്കെ കൃത്യമായത് മനസ്സിലാക്കിയിട്ടുള്ളതാണ്.
ദയവ് ചെയ്ത് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, അവരെ പാട്ടിന് വിടൂ, അവരവരുടെ കാര്യങ്ങൾ ചെയ്യട്ടെ. നിങ്ങൾ നിരീശ്വരവാദികളാണ്, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കൂ, രാഷ്ട്രീയമായ കാര്യം നോക്കൂ. എന്തിനാ ഈ രാഷ്ട്രീയത്തെയും മതത്തെയും ഈ ഹൈന്ദവ വിശ്വാസങ്ങളെയും തമ്മിൽ കൂട്ടിയിടക്കി അവരെ തമ്മിൽ തെറ്റിക്കുന്നത്? ദയവായി അത് ശ്രമിക്കാതിരിക്കൂ. അതേ എനിക്ക് പറയാനുള്ളൂ. ശരി.